ഇതിന്റെ പേരൊരു വെറൈറ്റി പേരാണ്. ആ ഐഡിയയും പൊളിഞ്ഞു. നമുക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി. ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇത്തവണ ഒരു പോണ്ടിച്ചേരി വ്ളോഗാണ്, പെർട്ടിക്കുലർലി എ പോണ്ടിച്ചേരി ഫുഡ് വ്ളോഗ്. ബിഫോർ മൂവിങ് ഇൻ ടു ദ വീഡിയോ, ഈ ചാനൽ 500 സബ്സ്ക്രൈബേഴ്സ് എന്നൊരു കുഞ്ഞു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. അതിനെനിക്ക് താങ്ക്സ് പറയാനുള്ളത് തുടക്കം മുതൽ നിങ്ങളുടെ വിലപ്പെട്ട സമയമെടുത്ത് എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തരോടുമാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ സപ്പോർട്ട്. അതുപോലെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ കണ്ടൻറ് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനും പറ്റും. ഒരു ചെറിയ ഗേൾസ് ട്രിപ്പാണ്, ഒരു വീക്കെൻഡ് ഗെറ്റ് അവേ എന്നൊക്കെ പറയുന്ന ഒരു 2 days ഒരു ബ്രേക്ക് എടുത്ത് ഞങ്ങൾ പോണ്ടിച്ചേരി വന്നതാണ്. അപ്പം ഞങ്ങളുള്ളത് കോറമാൻറ്റൽ കഫേയിലാണ്. ഇവിടുത്തെ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള 2 സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ്. പോണ്ടിച്ചേരിയിലെ വൈറ്റ് ടൗണിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള കോണ്ടിനെൻ്റൽ ആസ് വെൽ എസ് ഇറ്റാലിയൻ കുസീൻസ് ഉള്ള അത്യാവശ്യം വലിയൊരു സ്പോട്ടാണ് കോറമാൻറ്റൽ കഫേ. ഞങ്ങൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തത് ഹോട്ട് പിങ്ക് റിസോട്ടോ ആൻഡ് കുക്കുംബർ പ്ലസ് മീറ്റ് കൂളറായിരുന്നു. കുറച്ച് ഷുഗർ കുറവാണ്, പക്ഷെ നല്ല റിഫ്രഷിങ്. ഇത് സുപ്പു നല്ലോണം റിസർച്ച് ചെയ്ത് നോക്കിയൊരു സംഭവമാണ്. ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി, ഇതെങ്ങനെ ഉണ്ടാവും, കഴിച്ചു നോക്കണം. ബീട്രൂട്ട് പച്ചടിയും കൂട്ടി ചോറ് തിന്നൊരു ഓർമ്മ എനിക്ക് വരുന്നുണ്ട്. വെറൈറ്റി ടേസ്റ്റ്, വെറുതെ അല്ല മസ്റ്റ് ട്രൈ ആയത്. റൈസ് ബേസ്ഡ് ആയിട്ടുള്ള വളരെ ചീസി ആയിട്ടുള്ള ഒരു യുണീക്ക് ഇറ്റാലിയൻ ഡിഷാണിത്. ഒരു ക്രീമി ഫ്ലേവറാണ് ഇത് കഴിക്കുമ്പോൾ കിട്ടുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ടൈപ്പ് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഐ വുഡ് റെക്കമെൻഡ് ദിസ്. സോ ഗുഡ്. പിന്നെ പറയാൻ വിട്ടു, ഇത് പോണ്ടിച്ചേരിയിലെ കുറേ സ്ഥലങ്ങൾ കാണുക എന്നൊരു ആഗ്രഹത്തിൽ പോയ ട്രിപ്പായിരുന്നില്ല, മറിച്ച് പോണ്ടിച്ചേരിയുടെ ഒരു വൈബ് പിടിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു ലക്ഷ്യം. ജസ്റ്റ് ബീയിങ് ഇൻ പോണ്ടി, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പോയി എന്ന് പറയാനുള്ള സ്ഥലങ്ങളിൽ ഒന്നിതാണ് ഓറോബിന്ദോ ആശ്രം. ഇതിൻ്റെ ഉള്ളിലൊന്നും ക്യാമറ അലൗഡ് അല്ല. ആൻഡ് സെക്കൻഡ് വൺ ഓറോവില്ല്, അതുപോലെ റോക്ക് ബീച്ചിലും. സോ ഈ 3 സ്ഥലങ്ങളായിരുന്നു ഞങ്ങൾ ഈ 2 days ട്രിപ്പിൽ പോയത്. പിന്നെ എവിടെ പോയാലും ഫുഡ് അടിയാണല്ലോ മെയിൻ. അപ്പം ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്ത ബാക്കി ഫുഡ് സ്പോട്ട്സ് ഒക്കെ കാണിച്ചു തരാം. നമ്മൾ പോണ്ടിച്ചേരിയിൽ നിന്ന് ഫസ്റ്റ് ലഞ്ച് കഴിക്കാൻ പോവാണ്. ഞങ്ങൾ കാമാച്ചി നോൺ വെജ് റെസ്റ്റോറൻറ്റിലെ മട്ടൻ ബിരിയാണി, പിന്നെ ഫിഷ് കാമാച്ചി ഇവരുടെ എന്തോ സ്പെഷ്യലാണെന്ന് പറഞ്ഞു. ബോൺലെസ് ഫിഷിൻ്റെ എന്തോ ഒരു സംഭവം, മസാല പോലത്തെ ഒരു സാധനം, അതും മട്ടൻ ബിരിയാണി കഴിച്ചോട്ടെ. ടേസ്റ്റ് ഉണ്ട്. ഞങ്ങളിത് ഒരു പോർഷനെ വാങ്ങിച്ചിട്ടുള്ളൂ, കാര്യം വേറെയും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. ക്വാണ്ടിറ്റി ഉണ്ട് അത്യാവശ്യം. അങ്ങനെ മട്ടൻ ബിരിയാണിയും ഫിഷ് കാമാച്ചി എല്ലാം കഴിച്ച ശേഷം ഞങ്ങളൊരു ഡെസേർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പേരൊരു വെറൈറ്റി പേരാണ്, ജിഗർദണ്ഡ എന്ന് പറഞ്ഞൊരു സ്വീറ്റാണ് ഇത്. ഭയങ്കര റിഫ്രഷിങ് പാലും കേസരിയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇടിവെട്ട് സാധനം. ഇവിടെ വന്ന് എന്തായാലും ഇത് ട്രൈ ചെയ്യാം. നെക്സ്റ്റ് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോയത് ഓറോബിന്ദോ സ്ട്രീറ്റിലെ നല്ല തമ്പി മെസ്സിലാണ്. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് നോൺ വെജ് മെസ്സാണ്. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റും ഫേമസ് ആണ്. ഞാൻ ഇവിടുന്ന് കഴിച്ച ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ഷോർട്സ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് ഓർഡർ ചെയ്ത ലഞ്ച് ചിക്കൻ കറി സോറായിരുന്നു. അതാണ് ഈ കലത്തിൽ കാണുന്നത്. ചിക്കൻ ഗ്രേവിയിൽ മിക്സ് ചെയ്ത റൈസും അതിൻ്റെ മേലെ മുട്ട ഓംലെറ്റും പപ്പടം, പായസം, തോരൻ, അതാണ് ആ കോംബോയിൽ വരുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഒരു വെറൈറ്റി ഐറ്റം. ചിക്കൻ ഗ്രേവിയിൽ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ടായിരുന്നു. കിടിൽ ഐറ്റം.
പിന്നെ ഞങ്ങളൊരു മട്ടൻ കറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ പ്ലെയിൻ റൈസ് അവർ തന്നു ആൻഡ് മട്ടൻ ടേസ്റ്റ് ചെയ്തു. അടിപൊളി മട്ടൻ ആയിരുന്നു. നിങ്ങളൊരു മട്ടൻ ലവറാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ഫ്ലേവറുള്ള അടിപൊളി മട്ടൻ. ഐ റിയലി ലവ്ഡ് ഇറ്റ്. പോണ്ടിച്ചേരി എത്തിയിട്ട് ഇഫ് യു ആർ എ കപ്പിൾ ലുക്കിംഗ് ഫോർ എ കോസി പ്ലേസ് ഫോർ എ ഡിന്നർ ഡേറ്റ് ഓർ ഫ്രണ്ട്സിൻ്റെ കൂടെ ഈവനിങ് ഒക്കെ ചില്ല് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് നോക്കുവാണെങ്കിൽ ദിസ് ഇസ് മൈ റെക്കമെൻഡേഷൻ. വില്ല ശാന്തി റെസ്റ്റോറൻറ്റ് അറ്റ് വൈറ്റ് ടൗൺ. ഒരുപാട് കഴിക്കാനുള്ള വിശപ്പ് ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. സോ വി ജസ്റ്റ് ഹാഡ് എ പാസ്ത. ട്രസ്റ്റ് മീ, ഇറ്റ്സ് എ കിടിലം പാസ്ത. പിന്നെ ഞങ്ങൾ ട്രൈ ഔട്ട് ചെയ്തത് പോണ്ടിച്ചേരിയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള സ്പോട്ടാണ് ബ്രെഡ് ആൻഡ് ചോക്ലേറ്റ്. സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒതൻറ്റിക്കായി ഫ്രഞ്ച് ക്യൂസിൻസ് ട്രൈ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണല്ലോ പോണ്ടിച്ചേരി. സോ ഇവിടെ ബ്രെഡ് ആൻഡ് ചോക്ലേറ്റ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻസ്. ഞങ്ങൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തത് ചോക്ലേറ്റ് കൊസോങ്, സോൾഡോ ബ്രെഡ് വിത്ത് എഗ്സ്, കൂടെ ക്യാപ്പച്ചിനോ ആയിരുന്നു. പിന്നെ ഞങ്ങൾ പോണ്ടിച്ചേരിയിലെ ഫേമസ് ബേക്കർ സ്ട്രീറ്റിൽ പോയിരുന്നു. ഒരുപാട് ഫ്രഞ്ച് ബ്രെഡ്സ്, ഡെസേർട്ട്സ്, മാക്രോൺസ്, പേസ്ട്രീസ്, ടാർട്ട്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു അസാധ്യ സ്പോട്ട്. ഞങ്ങളിവിടെ ട്രൈ ചെയ്തത് ലെമൺ ടാർട്ട്, ചിക്കൻ സാൻഡ്വിച്ച് ആൻഡ് ചീസ് കേക്ക്. ടേസ്റ്റ് ഒരു രക്ഷയുമില്ല, മസ്റ്റ് ട്രൈ ആണ് ആൻഡ് റീസണബിൾ ഓൾസോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഞങ്ങളെ പോണ്ടിച്ചേരിയിൽ എക്സ്പ്ലോർ ചെയ്തതും കഴിച്ചതും ഒക്കെ. എല്ലാം സക്സസ് ആയിരുന്നു, ഒന്നും പാളിപ്പോയിട്ടില്ല. അതാണ് ഏറ്റവും സന്തോഷം. കാര്യം എല്ലാം അത്യാവശ്യം എന്താ പറയുക, ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി, ഭയങ്കര റീസണബിൾ ഒന്നുമല്ല. എങ്ങാനും പാളിപ്പോയാലും ഇതായ, പക്ഷെ എല്ലാം നല്ല ടേസ്റ്റുള്ള, എന്താ പറയുക, എല്ലാം സക്സസ് ആയിരുന്നു മൊത്തത്തിൽ. അപ്പം അതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ്, ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഇവിടുത്തെ ബീച്ചും നല്ല വൃത്തിയുള്ള അല്ലേ, നല്ലൊരു ബീച്ച്. വൈറ്റ് ടൗണിൽ ഫോട്ടോ എടുക്കാൻ പോയപ്പോ നമുക്കത് ശരിക്കും ഫീൽ ചെയ്തത് എന്തൊക്കെയാണ് ഈ കൊച്ചു പോണ്ടിച്ചേരി നടക്കുന്നത്. കാര്യം എന്തൊരു ക്യൂ ഫോട്ടോ എടുക്കാൻ വേണ്ടി. സമാധാനത്തോടെ ഒരിടത്ത് പോയി ഫോട്ടോ എടുക്കാതെ അവിടെ മൊത്തം ക്യൂ. വൈറ്റ് ടൗണിന് ഫോട്ടോസ് ഒക്കെ എടുക്കണം. അവിടെ നിന്ന് കുറച്ച് ഇതാണെന്നുണ്ടെങ്കിൽ വീക്കെൻഡ് വരാതെയായിരിക്കും ബെറ്റർ. നേരത്തെ മറ്റേ റെഡിയായി പൊട്ടും തൊട്ട് വന്നാൽ കിട്ടും ഫോട്ടോ. അതെ, അല്ലെങ്കിൽ എല്ലാവരും ജോലിക്ക് പോയ സമയത്ത്. അതെ, ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ ഓഫ് സീസണിൽ വരെ വന്നു. എളുപ്പല്ല, ആ ഐഡിയയും പൊളിഞ്ഞു. ബൈ ഫ്രം പോണ്ടിച്ചേരി.